ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആണ്. എന്താണ് ഭിന്നസംഖ്യകൾ? ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അംശബന്ധമായി എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 1/2, 3/4, 5/8 ഇങ്ങനെ നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭിന്നസംഖ്യകളിൽ മേലെയുള്ള പോർഷൻ, ഈ മേലെയുള്ള പോർഷൻ ഇപ്പോൾ ഇതിൽ 5, അതിന് പറയുന്നത് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നാണ്. എന്താണ്? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നാണ്. താഴെ 8 എന്നും പറയുന്നത് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. നമ്മളുടെ സാധാരണ PSC ക്വസ്റ്റ്യനിൽ സാധാരണ ചോദിക്കാം, കുറെ സംഖ്യകൾ തന്നിട്ട് ഇവയിൽ ഏതാണ് വലുത് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ നമുക്ക് ഈസിയായി ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം. ഇപ്പോൾ 1/2, 2/3, 3/4, 5/6, 6/7. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ നോക്കണം. നമുക്കറിയാം 1/2, 1നും 2നും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2ന്ന് 1 കുറച്ചാൽ 1, അതുപോലെ 3ന്ന് 2 കുറച്ചാൽ 1, 4ന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ ഇവയുടെ എല്ലാം ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 1 തന്നെയാണ് എല്ലാം വരുന്നത്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് ഫ്രാക്ഷൻ ഇതിലേക്ക് മാറ്റിയാലോ, നമ്മൾ പോയിന്റിലേക്ക് മാറ്റിയാൽ 1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/2 എന്ന് പറഞ്ഞാൽ 0.5 വരും. 2/3, 2നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 1/3 പറയുന്നത് 0.33 ആണ്. അപ്പോൾ 2/3 പറയുന്നത് 0.66 ആണ്. 3/4 എത്ര വരും? 0.75 ആണ്. 5/6 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം നമ്മുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് 1/2നേക്കാൾ വലുതാണ് 2/3, 2/3നേക്കാൾ വലുതാണ് 3/4. അപ്പോൾ 3/4നേക്കാൾ വലുതായിരിക്കാം 5/6, അതുപോലെ 5/6നേക്കാൾ വലുതായിരിക്കും 6/7 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരുപോലെ ഡിഫറൻസ് ഉള്ള സമയത്ത് നമ്മൾ വലതുവശത്തേക്ക് കൂടുതൽ ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഡിനോമിനേറ്ററിന്റെയും ന്യൂമറേറ്ററിന്റെയും ഡിഫറൻസ് ഒരേപോലെ ആവുകയും അവയിൽ ന്യൂമറേറ്റർ ഏറ്റവും കൂടുതലുള്ള സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ ഏറ്റവും താഴെ കുറവുള്ള സംഖ്യയായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ഈ കണ്ടീഷൻ നമുക്ക് അടുത്ത ഒരു സംഖ്യയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യണം 1/3, 2/4, 3/5, 4/6 ഇങ്ങനെ പോകണം. അപ്പോൾ 1/3 എത്രയായിരിക്കും? 0.33. 2/4 എത്രയാണ്? 1/2, 0.5. 3/5 എത്രയാണ്? 0.6 വരും. 4/6 2/3 വരും. അപ്പോൾ 0.66 വരും. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാം ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും. ഇവിടെ എത്രയാണ് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്? അത് 2ആണ്. എല്ലാത്തിലും 2ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നത്? ന്യൂമറേറ്റർ ഏറ്റവും വലിയ സംഖ്യയാണ് ഈ ഫ്രാക്ഷൻസിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു കേസ് എടുക്കാം. അടുത്തൊരു സംഖ്യ തരാണ് 3/2, 4/3, 5/4, 6/5 ഇങ്ങനെയുള്ള ഒരു സംഖ്യ തരികയാണ് വയ്ക്കുക. അപ്പോൾ ഇവയിൽ എങ്ങനെയായിരിക്കും വലുത്? അത് നമുക്ക് നോക്കാം. 3/2 പറയുമ്പോൾ എത്രയായിരിക്കും? 1.5 ആണ് വരിക. 4/3 ചെയ്യുന്നതിന് മുമ്പ് 5/4 ചെയ്യാം. 1.25 ആയിരിക്കും വരിക. അപ്പോൾ 4/3 എത്ര വരിക? 4/3 നമുക്ക് എങ്ങനെ എഴുതാം? 4/3നെ 3 + 1/3 എന്ന് എഴുതാലോ. അതായത് 1 + 1/3 എന്ന് എഴുതാലോ. അതായത് 1.33 എന്നാണ് വരിക. ഇനി 6/5 1.2 വരും. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേപോലെയാണ് ഡിഫറൻസ്. 3/2 3 - 2 എത്ര വരിക? 1. 4 - 3 എത്ര വരിക? 1. 5 - 4 എത്ര വരിക? 1. 6 - 5 എത്ര വരിക? 1. ഇങ്ങനെയുള്ള കേസിൽ അതായത് ഛേദം അംശത്തേക്കാൾ
ചെറുതായിരിക്കുകയും അതുപോലെ തന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപോലെ ആവുകയും ചെയ്യുന്ന കേസിൽ എങ്ങനെ വരിക? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഛേദം, അതായത് ഡിനോമിനേറ്റർ അംശത്തേക്കാൾ ന്യൂമറേറ്ററിനേക്കാൾ ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ചെറുതായിരിക്കുന്ന സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇപ്പോൾ ഈ രണ്ട് കേസുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കേസിൽ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അംശത്തേക്കാൾ വലിയ സംഖ്യയാകുകയും പിന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഒരേ ഡിഫറൻസ് വരികയും, ഡിഫറൻസ് എന്നാൽ ഒരേപോലെ വ്യത്യാസം വരികയും ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത്? അംശം വലിയ സംഖ്യ ആവുന്ന സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇതിൻ്റെ നേരെ തിരിച്ച് കേസാണ് രണ്ടാമത്തെ കേസിൽ ഞാൻ പറഞ്ഞത്. അതായത് ഛേദം അംശത്തേക്കാൾ ചെറിയ സംഖ്യ ആവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ ആവുകയും ചെയ്യുന്ന കേസിൽ ചെറിയ അംശമുള്ള സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ നമുക്ക് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുക, ഒരുപാട് സംഖ്യകൾ തന്നിട്ട് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ള ലെവലിലായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മളിത് ബൈഹാർട്ടായി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1-2 കേസുകൾ പഠിക്കുക. 1/2 2/3 ഇട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെയായിരിക്കും. അങ്ങനെ ചെയ്ത് പഠിക്കുക. അല്ലാതെ നമ്മളിതെല്ലാം ബൈഹാർട്ടായിട്ട് നമുക്ക് മാത്സ് എക്സാമിന് പോയി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് മെമ്മറി ചെയ്യാൻ നിന്നാൽ നമ്മൾ അവിടെ പോയിട്ട് കൺഫ്യൂഷൻ ആവുകയോ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമുക്കിങ്ങനെ ഡൗട്ട് വന്നാൽ ഉടനെ 1/2 2/3 1/3 പറയുമ്പോൾ 0.33 ആണ്. 2/3 വരുമ്പോൾ അപ്പോൾ 0.66 ആയിരിക്കും. 1/2 0.5 ആണ്. അപ്പോൾ ഇങ്ങനെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ആ ഒരു ലെവൽ ഓർത്ത് വെച്ചാൽ മതി. അതാണ് കറക്റ്റ്. അല്ലാതെ നമ്മളെല്ലാം സൂത്രവാക്യങ്ങളും ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2 കേസ് പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാം, ഇപ്പോൾ എങ്ങനെ ചോദിക്കാം? 1/3 4/5 2/3 ഇവയിലൊക്കെ ഏതാണ് വലുത് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 1/3 2/3 ഇത് നമുക്കറിയാം. രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അപ്പോൾ ഏറ്റവും ന്യൂമറേറ്റർ വലുതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇനി 4/5 ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 0.2 ആണ് വരിക, 0.8 ആണ് വരിക. അപ്പോൾ 2/3 ചെയ്യുന്ന സമയത്ത് 0.66 ആണ് വരിക. അപ്പോൾ 4/5 ആയിരിക്കും വലുത്. ഇതിൽ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. 4/5 പറയുന്നത് ഡിഫറൻസ് 1, 2/3 പറയുന്നത് ഡിഫറൻസ് 1. അപ്പോൾ 4/5 ആയിരിക്കും. ഇതിലെന്താ കണ്ടീഷൻ? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ വലുതാണ്. അപ്പോൾ ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഉള്ള സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഇപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ പഠിക്കാം. ഇനി ഡിനോമിനേറ്റർ എല്ലാം ഒരേ സംഖ്യയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം ഒരേ സംഖ്യകളാണ്, ഒരേ സംഖ്യയാണ്. എന്നാൽ ഏതായിരിക്കും വലിയ സംഖ്യ? ഇപ്പോൾ ഞാൻ ശരിയാണ് 3/17 8/17 9/17 11/17. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ 3 ഒരു സാധനം, അതിനെ ഇപ്പോൾ 3 ആപ്പിൾ, അത് 17 പേർക്ക് വിഭജിക്കുക. അതാണ് 3/17 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ 8/17 എന്നതിൻ്റെ അർത്ഥം 8 സാധനം, ഇപ്പോൾ ഒരു 8 മിഠായി 17 പേർക്കിടയിൽ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 9/17 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 9 പൈനാപ്പിൾ, അത് 17 പേർക്കിടയിൽ വിഭജിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരേ സാധനം, ഇപ്പോൾ 3 ആപ്പിൾ 17 പേർക്കിടയിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കില്ല. 8/17 കൊണ്ട് 8 ആപ്പിൾ 17 പേർക്കിടയിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുക. നമുക്ക് ഏറ്റവും വലുതായി കിട്ടുക എപ്പോഴായിരിക്കും? 8/17 ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സംഖ്യ കിട്ടുക. അപ്പോൾ അറിയാം, ഡിനോമിനേറ്റർ ഒരേപോലെയാണ് വെച്ചാൽ, ഡിനോമിനേറ്റർ ഒരുപോലെ സംഖ്യയാണ് വെച്ചാൽ മേലെയുള്ള സംഖ്യ ന്യൂമറേറ്റർ ഏറ്റവും വലുത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ കണ്ടീഷൻ എടുക്കാം. ഇനി ന്യൂമറേറ്റർ എല്ലാം ഒരുപോലെയുള്ള സംഖ്യ. ഇപ്പോൾ 4 4 4 4. ഡിനോമിനേറ്റർ വ്യത്യാസമുള്ള സംഖ്യ 5 8 9 11. ഓക്കെ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ 4 ആപ്പിൾ 5 പേർക്കിടയിൽ വിഭജിക്കുക.
4 ആപ്പിൾ 8 പേർക്കിടയിൽ വിഭജിക്കുക, 4 ആപ്പിൾ 9 പേർക്കിടയിൽ വിഭജിക്കുക, 4 ആപ്പിൾ 11 പേർക്കിടയിൽ വിഭജിക്കുക. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എപ്പോഴായിരിക്കും കിട്ടുക? നമ്മൾ കുറച്ച് ആളുകൾക്കിടയിൽ ഈ 4 ആപ്പിൾ വിഭജനം ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 4/5, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 4/11. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണ്? ന്യൂമറേറ്റർ ഒരുപോലെ ആവുകയാണെങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറിയ സംഖ്യ ഉള്ളതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഒന്നുകൂടി പറയാം, ന്യൂമറേറ്റർ എല്ലാം ഒരുപോലെയുള്ള സംഖ്യയാണ് വെച്ചാൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ള സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ 4/5 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 4/11 ആയിരിക്കും. ഇനി അടുത്തൊരു മെത്തേഡ്, അടുത്ത മെത്തേഡ് നോക്കാം. ഇപ്പൊ ഞാൻ രണ്ട് സംഖ്യകൾ തരുന്നു, 3/4, 5/6, 8/12. ഇങ്ങനെ ഒരു സംഖ്യ തരികയാണ് വയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകൾ 3/4ഉം 5/6 നോക്കുകയാണ് വെച്ചാൽ ഇതിൽ ഏതാണ് വലുത് എന്നറിയാൻ ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. അതുപോലെ രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? 3 18, 4 20. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം 20 വലിയ സംഖ്യ. അപ്പോൾ 5/6 ആയിരിക്കും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് സംഖ്യകൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ സംഖ്യയുടെ ന്യൂമറേറ്ററിനെ ഒന്നാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുക. ഇതിൽ ഏതാണോ വലുത് വരുന്നത് ആ ഒരു സംഖ്യയായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അതുപോലെ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും അതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. 5/6, 8/12. ഇവയിൽ ഏതാ വലുത്? 5 × 12, 8 × 6. അപ്പോൾ 5 × 12 എത്രയാണ് വരിക? 6. 8 × 6 എത്ര വരിക? 48. അപ്പോൾ ഇതിൽ ന്യൂമറേറ്റർ ഏതാണ് കൊണ്ട് ഗുണിച്ചതാണ്? 5 ആണ് കൊണ്ട് ഗുണിച്ചത്. 5 × 12 ആണ്. ആദ്യത്തെ സംഖ്യയുടെ 5ഉം ന്യൂമറേറ്റർ 5ഉം രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്ററായ 12ഉം കൂടി ഗുണിച്ചിട്ടാണ് 60 കിട്ടി. അതാണ് ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ 5/6 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നോക്കിയത്. ഇനി ഒരു അടുത്ത മെത്തേഡാണ്. നമുക്ക് ചിലപ്പോൾ സംഖ്യകളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്കൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള സംഖ്യകൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ തരികയാണ്. 4/16, 5/21, 8/17. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ 4/16ഉം 8/17ൻ്റെയും കേസ് എടുക്കാം. 4ൻ്റെ ഇരട്ടിയാണ് 8. 16ന് 1 മാത്രം കൂട്ടിയാൽ മതി, 17. അപ്പോൾ ഇതിൽ സ്വാഭാവികമായും 8/17 ആയിരിക്കും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്കൊരു അപ്രോക്സിമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു കേസ് നിങ്ങൾ നോക്കുക, അത് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള 6 കണ്ടീഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റിൽ ഈ ഭിന്നസംഖ്യകൾ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തത് 1/2, 1/3, 4/5, 5/6, 3/4. ഇവ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇങ്ങനെ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമം പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക എന്നാണ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇനി ഇത് നമ്മൾ മാറ്റി വെറും സ്മോൾ സംഖ്യ അതുപോലെ ഏറ്റവും വലിയ സംഖ്യ എഴുതാനാണ് പറയുന്നത് വെച്ചാൽ, ബിഗ് നമ്പർ എഴുതാനാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് 1/2ഉം 1/3ഉം കമ്പയർ ചെയ്യണം. ഇവിടെ ന്യൂമറേറ്റർ ഒരുപോലെയാണ്, ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ 1/2ഉം 1/3ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 1/2 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇനി 4/5ഉം 5/6ഉം 4/5ഉം 5/6ഉം നമ്മൾ കമ്പയർ ചെയ്യണം. 4/5 പറയുമ്പോൾ അവയുടെ ഡിഫറൻസ് പറയുന്നത് 1 ആണ്. 5/6 അവയുടെ ഡിഫറൻസും 1 ആണ്. 3/4 അവയുടെ ഡിഫറൻസും 1 ആണ്. അതുപോലെ ഡിനോമിനേറ്റർ എല്ലാം വലിയ സംഖ്യകളാണ്. ന്യൂമറേറ്ററിനെ അപേക്ഷിച്ച് ഡിനോമിനേറ്റർ എല്ലാം വലിയ സംഖ്യകളാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിലേതായിരിക്കും? ന്യൂമറേറ്റർ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഈ 4/5, 5/6, 3/4 അതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5/6 ആയിരിക്കും. ഇനി അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കമ്പയർ ചെയ്യാനുള്ള? 1/2ഉം 5/6ഉം മാത്രം കമ്പയർ ചെയ്താൽ മതി.
ഈ 1/2 5/6 ഏറ്റവും വലിയ സംഖ്യ എത്രയായിരിക്കും? ഇത് നമുക്ക് 2-3 വിധത്തിൽ ചെയ്യാം. ഇപ്പോൾ 2നെ നമ്മൾ 6ലേക്ക് മാറ്റാം. 2നെ 6ലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഗുണിച്ചാൽ, ഒരുപോലെ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയ്ക്ക് വ്യത്യാസമൊന്നും വരികയില്ല. അതിൻ്റെ വാല്യൂ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ 1/2നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 1 × 3 3, 2 × 3 6. അപ്പോൾ 3/6 എന്ന് വരും. ഓക്കെ, വേറെ സംഖ്യ എത്രയാണ്? 5/6. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ, ന്യൂമറേറ്റർ വലിയ സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ 5/6 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5/6 ആണ്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. അപ്പോൾ 1/3 ആണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1/3 ഒറ്റയടിക്ക് അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയാൻ കഴിയുന്നത്? കാരണം അറിയാം, നമ്മൾ ഈ 1/2, 4/5, 5/6, 3/4 ഇവയെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. കാരണം ന്യൂമറേറ്ററിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുന്നത് 1/2 1/3യുമാണ്. അത് നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 1/3 ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് നമുക്ക് ഡയറക്റ്റായി പറയാൻ പറ്റും. ഇനി നമ്മൾ ഇവയുടെ അസെൻഡിങ് ഓർഡർ എഴുതുകയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് 1/3 ആണ്. ഇനി അടുത്തത് ഏതാ വരിക? 1/2 ആയിരിക്കും വരിക. കാരണം ഈ ബാക്കിയുള്ള സംഖ്യകളെല്ലാം ഡിഫറൻസ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതുപോലെ അവയിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ള സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അതുകൊണ്ട് 1/2, അത് കഴിഞ്ഞാൽ 3/4, അത് കഴിഞ്ഞാൽ 4/5. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1/3യും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5/6ഉം ആയിരിക്കും. ഇനി നമുക്കൊരു അടുത്ത കണക്കിലേക്ക് പോവാം. ഇവയെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. 7/10, 11/15, 2/5. അപ്പോൾ നമ്മൾ എങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും? അപ്പോൾ 7/10, 7/10ഉം 11/15ഉം 7 ഒരു 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാവും? 7 × 3 21 ആവും. 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 ആവും. ഇനി 11/15, 11 ഒരു 2 കൊണ്ട് ഗുണിക്കുക. അതുപോലെ 15നെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 22/30 വരും. ഇനി 2/5, 2ന് ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാവും? 2 × 6 12, 5 × 6 30. അപ്പോൾ 12/30. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം നമ്മൾ ഒരുപോലെയാക്കി. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതിൽ 22/30 ആണ് ഏറ്റവും വലിയ സംഖ്യ. ഇനി ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ 12/30, 21/30. അതായത് 2/5 ഏറ്റവും ചെറിയ സംഖ്യ, 7/10 അതിനേക്കാൾ കുറച്ച് വലിയ സംഖ്യ, 11/15 അതിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നോക്കാം നമുക്ക്. അതിപ്പോൾ നമ്മൾ കുറച്ച് സംഖ്യകൾ തന്നിരിക്കുകയാണ്. 7/10 തന്നിട്ടുണ്ട്, 11/15 തന്നിട്ടുണ്ട്, 2/5 തന്നിട്ടുണ്ട്. ഇതിൽ ഡിനോമിനേറ്ററിൻ്റെ ലസാഗു നമുക്ക് കണ്ടുപിടിക്കാം. 10, 15, 5 ലസാഗു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഇതാക്കി. അപ്പോൾ 10ൽ എത്ര തവണയുണ്ട്? 2 ഉണ്ട്. 15ൽ എത്ര തവണയുണ്ട്? 3 ഉണ്ട്. 5ൽ ഒരു തവണ. ബാക്കി ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 5 × 2 × 3 2 10 13 30. അപ്പോൾ ഈ LCMലേക്ക് എല്ലാത്തിനെയും ഈക്വലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ LCMലേക്ക് എത്തിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിനെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെയും അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ LCMലേക്ക് എത്തും. അങ്ങനെ എല്ലാ സംഖ്യകളെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും LCMലേക്ക് എത്തിക്കാൻ വേണ്ട ആവശ്യമായ സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് LCM ഈക്വലാക്കിയിട്ട് എല്ലാ സംഖ്യകളുടെയും ഡിനോമിനേറ്റർ ഒരുപോലെ ഈക്വലാക്കി വെച്ചിട്ട് അങ്ങനെയും ഈ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് കിടക്കാം. 19/24, 5/6, 7/12 ഇവയിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം?
ഒന്നില്ലെങ്കിൽ 2-3 വിധത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് 5/6 7/12 6ന്റെ 2 ഇരട്ടിയാണ് 12. അപ്പോൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5/6 ഈസ് ഈക്വൽ ടു 10/12. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ രണ്ട് ഭാഗത്തും ഈക്വൽ ആവുന്ന സമയത്ത് ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ വലിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ 10/12 ആയിരിക്കും വലിയ സംഖ്യ, അതായത് 5/6 ആണ് ഏറ്റവും വലിയ സംഖ്യ. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി 19/24 19/24 ചെയ്യാൻ വെച്ചാൽ എന്ത് ചെയ്യാം? അപ്പോൾ 6നെ 4 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എത്ര വരും? അതുപോലെ 5നെയും 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5×4 20, 6×4 24, 20/24 വരും. വേറെ 19/24 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 20 ആണ് ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5/6 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഖ്യയിൽ എങ്ങനെയാണ് വരിക? 5/6 ഏറ്റവും വലിയ സംഖ്യ, അത് കഴിഞ്ഞാൽ 19/24 ഏറ്റവും വലിയ സംഖ്യ, അത് കഴിഞ്ഞാൽ 7/12 ഏറ്റവും വലിയ സംഖ്യ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനെ നമ്മൾ LCM വെച്ച് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ നമുക്ക് LCM വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. LCM വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 24, 6, 12 ഈ മൂന്ന് സംഖ്യകളുടെ LCM എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 6 എടുത്തു. 4 6 24, 6 1 2 2. ഇനി ഇവയെ വീണ്ടും 2 കൊണ്ട് ഇതാക്കാലോ. അപ്പോൾ 2 1 1. അപ്പോൾ ഇതിൽ എത്രയാണ്? 6 4 24. 24 ഇവയുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനെയും 24ലേക്ക് മാറ്റാം. അപ്പോൾ 19/24 എത്തി. 5/6 എന്തെഴുതാം? 5/6 നമുക്ക് 4 കൊണ്ട് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5×4 20, 6×4 24. പിന്നെ 7/12 7/12 മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ഡിനോമിനേറ്റർ 24 ആകും. അപ്പോൾ 7 14, താഴെ 24 വരും. അപ്പോൾ ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 20/24 ആണ്. അപ്പോൾ 20 ഏറ്റവും വലിയ സംഖ്യ, അതുകൊണ്ട് 5/6 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇങ്ങനെ LCM വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. 25/16, 7/8, 13/4, 17/32. അപ്പോൾ ഇവയിൽ എങ്ങനെ എഴുതാം? ഇവയുടെ LCM എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഇതെങ്ങനെ ഒറ്റയടിക്ക് പറയാം? അതായത് ഇപ്പോൾ 16, 8, 4, 32. ഇവയിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 32 ആണ്. ക്ലിയർ ആണല്ലോ. ബാക്കിയുള്ള എല്ലാ സംഖ്യകളെയും വെച്ചിട്ട് നമുക്ക് 32നെ ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവയുടെ LCM എന്ന് പറയുന്നത് 32 ആയിരിക്കും. 32 പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഏറ്റവും കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 32 ആണ്. ബാക്കിയുള്ള എല്ലാ സംഖ്യകളെയും അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 15/16 50/32 എന്ന് എഴുതാം. 7/8 നമുക്ക് എന്ത് എഴുതാം? 7 4 28, 4 32 എഴുതാം. 13/4 നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 13/4 നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് 8ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. 13 × 8 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 13 × 4 42. അപ്പോൾ 13 × 8 എത്രയായിരിക്കും? 84 ആയിരിക്കും. 84/32 ആയിരിക്കും. അടുത്ത 17/32 ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഡിസെൻഡിങ് ഓർഡറാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോഹണ ക്രമം. അതായത് വലിയ സംഖ്യ ആദ്യം വരണം, പിന്നെ ചെറിയ സംഖ്യ, അങ്ങനെ പോകുന്നതാണ് അവരോഹണ ക്രമം. അപ്പോൾ ഇതിലേതാ വരിക? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 84/32 ആണ്. കാരണം ന്യൂമറേറ്റർ ഏറ്റവും വലിയ സംഖ്യ 84 ആണ്. അടുത്തത് 50/32 ആണ്. ദെൻ 28/32 ആണ്. അതിന് ശേഷം 17/32 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 84/32 ഏതാ വരുന്നത്? 13/4. 13/4 ആണ് ഏറ്റവും വലിയ സംഖ്യ. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കാരണം ഡിനോമിനേറ്റർ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അടുത്തത് ഏതാ വരിക? അടുത്തത് വന്നിട്ട് 50/32, 25/16 ആണ് ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും വലിയ സംഖ്യ. അടുത്ത വലിയ സംഖ്യ ഏതാണ്? 28/32, അതായത് 7/8 ആണ് അടുത്ത വലിയ സംഖ്യ. ദെൻ 7/32 ആണ് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വരുന്നത്. ഇതാണ് അവരോഹണ ക്രമം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3/4, 12/5, 7/12, 5/4.
ഇവയെ എന്ത് ചെയ്യണം? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ 4, 5, 12, 4 ഇവയുടെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. 4, 5, 12 അടുത്തത് 4 തന്നെയാണ്. അത് വിടാം. നമ്മൾ ഒരു 4 കൊണ്ട് ഇതാക്കിയാൽ 1, 5 അങ്ങനെ എഴുതി 12 നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഹരിക്കാൻ പറ്റും. അപ്പോൾ 3. ഇനി ഇതിനെ ബാക്കി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 4 × 5 × 3 അതായത് 4, 5, 20, 3, 60 ഏറ്റവും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സംഖ്യയും ആ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിലേക്ക് എത്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ എന്താകും? 3 × 15 4 × 15 അപ്പോൾ എത്രയാണ്? 3 × 15 എത്രയാണ്? 45/60 വരും. ഇനി 12/5 12/5 നമ്മൾ എന്ത് ചെയ്യണം? 12 × 12 144 5 × 12 60. ഇനി 7 7 × 5 35 12 × 5 60 അങ്ങനെ വരും. ഇനി 4 × 15 60 വരും. 5 × 15 75 വരും. കറക്റ്റാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 144/60 അതായത് 12/5 ഏറ്റവും വലിയ സംഖ്യ. ദെൻ അടുത്ത വലിയ സംഖ്യ എന്ന് പറയുന്നത് 75/60 അതായത് 5/4 ആണ് ഏറ്റവും അടുത്ത വലിയ സംഖ്യ. ദെൻ 45/60 അതായത് 3/4 ആണ് അടുത്ത ഏറ്റവും വലിയ സംഖ്യ. പിന്നെയുള്ള സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 35/60 അതായത് 7/12 ആണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 12/5 ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 7/12 ഇനി അടുത്തൊരു മെത്തേഡാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഡെസിമലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ ഫ്രാക്ഷൻ തന്നെ എടുത്തിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ 1/3 5/8 7/10 8/17 ഇങ്ങനെ തന്നിരിക്കുകയാണ് വയ്ക്കുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1/3 പറയുന്നത് നമുക്ക് 0.33 ആണ്. ഒരു ആപ്പിളിനെ 3 ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 0.33 ആയിട്ട് കിട്ടുക. അടുത്ത 5/8 ആണ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് നമ്മൾ വിടാം. 7/10 0.7. ഇനി അടുത്ത 8/16 8/17 8/16 എന്ന് പറയുന്നത് 0.5 ആണല്ലോ. 8/16 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ 8/17 എന്ന് പറയുന്നത് 0.5നേക്കാൾ കുറച്ച് കമ്മിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ തന്നാൽ ഇനിയിപ്പോൾ നമുക്ക് 7/10 5/8 മാത്രം കമ്പയർ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. അപ്പോൾ 0.7 പറയുന്നത് 5/8 ചെയ്യുമ്പോൾ എത്ര വരും? 5/8 പറയുമ്പോൾ 0.6 6 48 ബാക്കി 20 വരും. 20നെ 8 കൊണ്ടായിരിക്കുമ്പോൾ 0.2 അതിലെ വരിക. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 7/10 0.7 ആയിരിക്കും വരിക. ഇങ്ങനെ നമുക്ക് ഒരു അപ്രോക്സിമേഷൻ വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് ചെറുതും വലുതും കണ്ടുപിടിക്കാം, അതിനുശേഷം മിശ്ര ഭിന്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഭിന്നസംഖ്യകളുടെ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ അവയെല്ലാം നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.